ഹായ് ഫ്രണ്ട്സ്, ലോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒഫൻസ് അണ്ടർ BNSS ആണ്. അപ്പോൾ എന്താണ് ഒഫൻസ്? ഒഫൻസ് ഈസ് ഡിഫൈൻഡ് ആസ് എനി ആക്ട് ഓർ ഒമിഷൻ മെയ്ഡ് പണിഷബിൾ ബൈ എനി ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. അതായത് ഒഫൻസ് എന്ന് പറയുന്നത് ഒരു ആക്റ്റോ ഒമിഷനോ ആവാം. അതായത് ലോന്റെ അണ്ടറിൽ പണിഷബിൾ ആയിട്ടുള്ള ഒരു ആക്ടിനെയോ ഒമിഷനെയോ ആണ് നമ്മൾ ഒഫൻസ് എന്ന് പറയുന്നത്. ഒഫൻസിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് കോഗ്നിസിബിൾ ആൻഡ് നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. രണ്ടാമത്തേത് ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ്. മൂന്നാമത്തേത് സമൻസ് ആൻഡ് വാറന്റ് കേസസ്. നാലാമത്തേത് കോമ്പൗണ്ടബിൾ ആൻഡ് നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസസ്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ കാറ്റഗറി ആയ കോഗ്നിസിബിൾ ആൻഡ് നോൺ കോഗ്നിസിബിൾ ഒഫൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാൻ പോകുന്നത് കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. സെക്ഷൻ 2(1) ജിയിലാണ് കോഗ്നിസിബിൾ ഒഫൻസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കോഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറയുന്നത് മർഡർ, റേപ്പ്, കിഡ്നാപ്പിംഗ് പോലുള്ള സീരിയസ് ക്രൈംസ് ആണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഗ്നിസിബിൾ ഒഫൻസിന് പോലീസിന് വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാനും മജിസ്ട്രേറ്റിന്റെ ഓർഡറിനെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി വരുന്നത് നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. സെക്ഷൻ 2(1) നോൺ കോഗ്നിസിബിൾ ഒഫൻസിനെ പറ്റിയിട്ട് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ലെസ് സീരിയസ് ക്രൈം ആണ്. അതായത് സിമ്പിൾ ഹേർട്ട്, ഡിഫാമേഷൻ പോലുള്ള കാര്യങ്ങളാണ് നോൺ കോഗ്നിസിബിൾ ഒഫൻസിൽ വരുന്നത്. ഇവിടെ പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ വാറന്റിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ മജിസ്ട്രേറ്റിന്റെ പെർമിഷനും നമ്മൾ കാത്തു നിൽക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ കാറ്റഗറിയായ ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ബെയിലബിൾ ഒഫൻസ് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. സെക്ഷൻ 2(1) ബെയിലബിൾ ഒഫൻസിനെ പറ്റിയിട്ട് പറയുന്നത്. അതായത് ലെസ് സീരിയസ് ക്രൈംസിൽ നമുക്ക് അക്യൂസ്ഡിനെ ബെയിലിന് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ഒഫൻസിനെയാണ് നമ്മൾ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അതായത് സീരിയസ് ആയിട്ടുള്ള ക്രൈമിന് അക്യൂസ്ഡിന് ബെയിൽ ലഭിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ വേണമെങ്കിൽ നമ്മുടെ ജുഡീഷ്യറിക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ എടുക്കാം. അതായത് വേണമെങ്കിൽ അക്യൂസ്ഡിന് ജാമ്യം കൊടുക്കാം. അപ്പം അങ്ങനെ ജാമ്യം കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഒഫൻസിൻ്റെ ഗ്രാവിറ്റിയും അതുപോലെ തന്നെ അവിടെയുള്ള എവിഡൻസും ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ കോടതി അക്യൂസ്ഡിന് ജാമ്യം കൊടുക്കുക. അപ്പം അത്തരത്തിലുള്ള ഒഫൻസിനെയാണ് നമ്മൾ നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സമൻസ് കേസും വാറന്റ് കേസും ആണ്. അപ്പോൾ സമൻസ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ മാത്രം പണിഷ്മെൻറ്റ് കിട്ടാവുന്ന ഒഫൻസോ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് കിട്ടാവുന്ന ഒഫൻസ്, അതായത് ഇംപ്രിസൺമെൻറ്റ് 2 വർഷമോ അതിൽ താഴെയോ കിട്ടാവുന്ന തരത്തിലുള്ള ഒഫൻസിനെയാണ് നമ്മൾ സമൻസ് കേസ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് വാറന്റ് കേസാണ്. അതായത് നമുക്ക് ഡെത്ത് പണിഷ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റോ അല്ലെങ്കിൽ 2 വർഷത്തിന് മുകളിൽ ഇംപ്രിസൺമെൻറ്റ് കിട്ടാവുന്ന ശിക്ഷയാണ് വാറന്റ് കേസ് എന്ന് പറയുന്നത്. അതുപോലത്തെ ഒഫൻസിനെയാണ് നമ്മൾ വാറന്റ് കേസസ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കോമ്പൗണ്ടബിൾ ആൻഡ് നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ്. അപ്പോൾ കോമ്പൗണ്ടബിൾ ഒഫൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 359 ഓഫ് BNSSലാണ് കോമ്പൗണ്ടബിൾ ഒഫൻസിനെ പറ്റിയിട്ട് പറയുന്നത്. അതായത് കോമ്പൗണ്ടബിൾ ഒഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോടതിയുടെ പുറത്ത് തന്നെ ആ ഒഫൻസിനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള ഒഫൻസിനാണ് നമ്മൾ കോമ്പൗണ്ടബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അതായത് വിക്ടിമിന് വേണമെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് നടത്താം എന്നുള്ളതാണ് കോമ്പൗണ്ടബിൾ ഒഫൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് വരുന്നത് നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ്. അതായത് സീരിയസ് ആയിട്ടുള്ള ക്രൈംസ് അത് നമുക്ക് കോംപ്രമൈസിലൂടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റൂല. അങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ ആയിട്ട് മർഡർ, റേപ്പ്, കിഡ്നാപ്പിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമുക്ക് കോംപ്രമൈസ് നടത്താൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള കേസുകളെയാണ് നമ്മൾ നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് ആണ്. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ, എന്താണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് FIR പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് സെക്ഷൻ 173 ഓഫ് BNSSലാണ് FIRനെ പറ്റിയിട്ട് പറയുന്നത്. BNSSലെ അതുപോലെ തന്നെ 0 FIRനെ പറ്റിയിട്ടും FIRനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. 0 FIR എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൈം നടന്ന സെയിം ജൂറിസ്ട്രിക്ഷനിൽ തന്നെ നമ്മൾ FIR രജിസ്റ്റർ ചെയ്യണമെന്നില്ല. എവിടെ വേണമെങ്കിലും നമുക്ക് FIRനെ രജിസ്റ്റർ ചെയ്യാം. പക്ഷെ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന FIRന് നമ്പർ 0 ഇട്ടിട്ടായിരിക്കും തുടങ്ങുക. അതുകൊണ്ടാണ് അങ്ങനെയുള്ള FIRനെ നമ്മൾ 0 FIR എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആഫ്റ്റർ നിർഭയ കേസിന് ശേഷമാണ്. അതായത് നിർഭയ കേസ് കഴിഞ്ഞതിന് ശേഷമാണ് 0 FIR എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് വരുന്നത് FIR ആണ്. അതായത് ഇലക്ട്രോണിക് മോഡിൽ നമ്മൾ FIR രജിസ്റ്റർ ചെയ്യുന്നതിനാണ് FIR എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് നിർഭയ കേസിന് ശേഷം 0 FIR എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് പ്രിലിമിനറി ഇൻക്വയറി ആണ്. അതായത് ഒരു FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം 14 ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒരു കേസ് നടന്നിട്ടുണ്ട് എന്നതിൻ്റെ എൻക്വയറി നടത്തുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത്.
ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് എവിഡൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 7 വർഷത്തിൽ കൂടുതൽ പണിഷ്മെൻറ്റ് കിട്ടാവുന്ന ശിക്ഷയുള്ള ഒഫൻസാണ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മാൻഡേറ്ററി ആയിട്ടും ഫോറൻസിക്കിൻ്റെ എക്സാമിനേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിൻ്റെ ഓഡിയോ വീഡിയോസ് അതുപോലെ തന്നെ സെർച്ച് ചെയ്യുന്നതിൻ്റെയും സീസ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ റെക്കോർഡിങ്സ് ഒക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് കസ്റ്റഡി ആൻഡ് റിമാൻഡ് ആണ്. അതായത് 15 ദിവസം വരെ പോലീസ് കസ്റ്റഡിയിൽ ആ അക്യൂസ്ഡിനെ നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇനി അയാൾ ക്രൈം ചെയ്തിട്ടുണ്ട് എന്നത് തെളിയാണെങ്കിൽ അയാളെ 14 ദിവസം വരെ റിമാൻഡ് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് ചാർജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ BNSSന്റെ സെക്ഷൻ 193 ചാർജ് ഷീറ്റിനെ പറ്റിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ചാർജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒരു സെക്ഷൽ ഒഫൻസ് ആണ് അവിടെ നടന്നിട്ടുള്ളതെങ്കിൽ അതിൽ 2 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ അപ്ഡേറ്റ്സ് 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ വിക്ടിമിനെ അറിയിക്കുകയും വേണമെന്നും ഇവിടെ പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രയൽ പ്രൊസീജിയേഴ്സ് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് സപ്ലൈ ഓഫ് ഡോക്യുമെൻ്റ് ആണ്. അതായത് ഒരു പോലീസ് റിപ്പോർട്ട് നടന്നതിന് ശേഷം 14 ദിവസത്തിനുള്ള, അതായത് കോടതിയിൽ അപ്പിയർ ചെയ്യുന്നതിന് മുന്നേ 14 ദിവസം മുന്നേ നമ്മുടെ അക്യൂസ്ഡിനും വിക്ടിമിനും പോലീസ് റിപ്പോർട്ടും അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കൈമാറുക എന്നുള്ളതാണ് ട്രയലിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയറായിട്ട് വരുന്നത്. പിന്നീട് വരുന്നത് ഡിസ്ചാർജ് ആണ്. അതായത് സെക്ഷൻ 250 ഓഫ് BNSSലാണ് ഡിസ്ചാർജിനെ പറ്റിയിട്ട് പറയുന്നത്. അതായത് ഒരു കേസ് നടന്നു കഴിഞ്ഞ് 60 ദിവസത്തിന് ശേഷം നമ്മുടെ അക്യൂസ്ഡിന് ഡിസ്ചാർജിന് വേണ്ടിയിട്ടുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള റീസൺസ് കാണുകയാണെങ്കിൽ നമുക്ക് കോടതിക്ക് നമ്മുടെ അക്യൂസ്ഡിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് ഫ്രെയിമിംഗ് ഓഫ് ചാർജസ് ആണ്. സെക്ഷൻ 251 ഓഫ് BNSSലാണ് ഫ്രെയിമിംഗ് ഓഫ് ചാർജസിനെ പറ്റിയിട്ട് പറയുന്നത്. അതായത് ഒരു കേസിന്റെ ഫസ്റ്റ് ഹിയറിംഗ് നടന്നിട്ട് 60 ദിവസത്തിനുള്ളിൽ കോടതി ചാർജ് ഫ്രെയിം ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് പ്ലിയ ഓഫ് ഗിൽറ്റി ആണ്. അതായത് അക്യൂസ്ഡ് തൻ്റെ കുറ്റസമ്മതം നടത്തുകയാണെങ്കിൽ അക്യൂസ്ഡിനെ ഇമീഡിയറ്റ് ആയിട്ട് കൺവിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കൺവിക്റ്റ് ചെയ്തിട്ട് ഇയാൾ ഫസ്റ്റ് ടൈം ഒഫൻഡർ ആണെങ്കിൽ കൺവിക്റ്റ് ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ ഇയാളുടെ ശിക്ഷയിൽ ഇളവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാർഗെയിനിങ് നടത്താൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് അക്യൂസ്ഡ് തന്നെ ഗിൽറ്റ് സമ്മതിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് അക്യൂസ്ഡിനെ ജയിലിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ്. പക്ഷേ ഇനി നമ്മുടെ അക്യൂസ്ഡ് സമ്മതിക്കുന്നില്ലെങ്കിൽ എന്താണെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ പ്രോസിക്യൂഷന് അവരുടെ എവിഡൻസ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സെക്ഷൻ 254 ഓഫ് BNSSലാണ് പ്രോസിക്യൂഷൻ എവിഡൻസിനെ പറ്റിയിട്ട് പറയുന്നത്. അതായത് പ്രോസിക്യൂഷന് തൻ്റെ വിറ്റ്നസിനെ എക്സാമിൻ ചെയ്യാം. അതുപോലെ തന്നെ ഓഡിയോ വീഡിയോ റെക്കോർഡിങ്സും അതൊക്കെ ഇപ്പോൾ കോടതിയിൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് വരുന്ന സ്റ്റെപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്യൂസ്ഡ് ആണ്. അതായത് സെക്ഷൻ 262 ഓഫ് BNSSലാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്യൂസ്ഡിൽ പറയുന്നത്. അതായത് അക്യൂസ്ഡിന് തൻ്റെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള റൈറ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്യൂസ്ഡിൽ വരുന്നത്. പിന്നീട് വരുന്നത് ഡിഫൻസ് എവിഡൻസ് ആണ്. സെക്ഷൻ 256 ഓഫ് BNSSലാണ് ഡിഫൻസ് എവിഡൻസിനെ പറ്റി പറയുന്നത്. അതായത് നമ്മുടെ അക്യൂസ്ഡ് തൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫൻസ് എവിഡൻസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതായത് അക്യൂസ്ഡിൻ്റെ ഭാഗത്തുള്ള എവിഡൻസിനെ പ്രസൻറ്റ് ചെയ്യാനും അവർക്ക് പറയാനുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാനും പറ്റുന്ന സമയമാണ് ഡിഫൻസ് എവിഡൻസ് എന്ന് പറയുന്നത്. സെക്ഷൻ 256 ഡിഫൻസ് എവിഡൻസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. സെക്ഷൻ 258 ഓഫ് BNSSലാണ് ജഡ്ജ്മെൻറ്റിനെ പറ്റിയിട്ട് പറയുന്നത്. അതായത് 2 ഭാഗത്തുള്ള ആർഗ്യുമെൻറ്റുകളും കഴിഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ജഡ്ജ്മെൻറ്റ് ഡെലിവർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ, സഫീഷ്യൻ്റ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ അത് 45 ദിവസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ളതും സെക്ഷൻ 258 പറയുന്നുണ്ട്. ഇനി ഒരു ജഡ്ജ്മെൻറ്റ് പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് 7 ഡേയ്സിനുള്ളിൽ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യണമെന്ന്, അതായത് ജഡ്ജ്മെൻറ്റ് അപ്ലോഡ് ചെയ്യണമെന്നും ഇവിടെ ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഒഫൻസ് അണ്ടർ BNSS ആണ്. അതിൽ 4 തരത്തിലുള്ള ഒഫൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒഫൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ട്രയൽ പ്രൊസീജിയറും ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.